നമുക്ക് ദൈവവചനം പിടിക്കുവാനായിട്ട് സ്തുതിക്കുന്നു. സന്നിധിയിലായിരിക്കും എല്ലാവർക്കും യേശുനാമത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആവേശമാണ് നമ്മെ ഉത്തേജിപ്പിക്കുന്ന, നമ്മുടെ ഇവിടെ തീ കത്തിക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ സാറിൻ്റെ ഒരു പാട്ട് പാടിയാൽ നമുക്ക് ഒരു വചനം കേട്ടതുപോലെ പ്രസംഗം കേട്ടതിന് അതിനേക്കാൾ നമ്മുടെ ആത്മാവിന് തീ കൊടുക്കുന്ന ഗാനങ്ങളാണ് നമുക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ പാട്ടുകളൊക്കെ പാടുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് താൻ ജർമ്മനി വിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് മലയാളം പഠിച്ചതും ദാസൻ മിഷൻ വിട്ട് പ്രകടന സംഭവത്തിലേക്ക് വിശ്വാസസത്യങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് വിശ്വാസസത്യങ്ങൾ ഗ്രഹിച്ച് അതിനുവേണ്ടി അത് വിശ്വാസീകരണം, സ്നാനം, വേർപാട് മുതലായ സത്യങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി നിലകൊണ്ടത് കൊണ്ടാണ് തനിക്ക് വാണികളൊക്കെയുള്ള എന്താണ് ബംഗ്ലാവ് വാക്ക് വിട്ടുപോയി. അതാണ് ഞാൻ കൊട്ടാരെന്നാ പറയുന്നത്. ആ പാലസ്, ആ ബംഗ്ലാവ് തനിക്ക് വിടേണ്ടതായിട്ട് തോന്നുന്നു. നമ്മുടെ വാണികളൊക്കെയുള്ള സമാധാനങ്ങളുടെ തൊട്ട് മേഖലയാണ് ആ ബംഗ്ലാവ് ഇപ്പോഴുണ്ട് അവിടെ. ആ ബംഗ്ലാവ് വിട്ട് താൻ എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഒരു കാലകൊണ്ട് യാത്ര ചെയ്തിട്ട് നമ്മളത് വന്നതാണ്. അതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ പാട്ട് പാടുമ്പോൾ അത് വല്ലാതൊരു ആവേശമാണ്. അവരൊക്കെ വെട്ടിക്കളിച്ച വഴിയാണ് നമ്മൾ നിൽക്കുന്നത് എന്നോർത്ത് വിദ്യാർത്ഥൻ പാട്ട് കേട്ടിട്ടുണ്ടോ? വിദ്യാർത്ഥൻ ഇല്ല. ഓക്കെ. നമ്മുടെ തൃശ്ശൂരുകാരനായ, ജർമ്മൻകാരനായ, എന്നാൽ പിന്നീട് തൃശ്ശൂർക്കാരനായ ഒരു മിഷണറി എഴുതിയ പാട്ടാണ് സമയമാരുടെ ബുദ്ധിക്ക് എന്നുള്ള പാട്ടുകളൊക്കെ എഴുതിയ വി നാഗൽ എന്ന ദേവദാസൻ എഴുതിയ മനോഹരമായ ഒരു ഗാനമാണ്. പറഞ്ഞതുപോലെ ഇത് നമ്മൾ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. 8-ാം അധ്യായത്തില് 29-ാം വാക്യത്തിൽ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. അത് അതിലെ ഓരോ കാര്യങ്ങളാണ്. ഏതെല്ലാം കാര്യങ്ങളോടാണ് സ്നേഹം, വിനയം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്റ്റാൻസ് ഉണ്ട് അതിനകത്ത്. പാപികളുടെ വിപരീതത്തെ എല്ലാം സഹിച്ച കുഞ്ഞാടെ കോപിപ്പാനല്ല ക്ഷമിപ്പാൻ നല്ല ശക്തി തരയണം എന്നുമേ എന്നാണ്. ആ പാട്ട് തന്നെ നമുക്ക് മുഴുവൻ പറയാനായിട്ടുള്ള കാര്യം. ഇന്ന് മുതൽ നമ്മൾ 9-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 8 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മുടെ നീതീകരണത്തിൻ്റെ സംരക്ഷണം മുതലായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഗഹനമായി തന്നെ കർത്താവ് നൽകിയ കൃപയ്ക്കനുസരിച്ച് ചിന്തിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ടുള്ള ഈ 9, 10, 11 അധ്യായങ്ങൾ അല്പം വേഗത്തിൽ പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ കാരണം ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഒക്ടോബർ ആദ്യം വടക്കേന്ത്യയിലേക്ക് കടന്നു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള ആ സമയം കൊണ്ട് 9-10 ക്ലാസ്സുകൾ കൊണ്ട് ബാക്കിയുള്ള പോർഷൻ പൂർത്തീകരിക്കണം. അപ്പോൾ 9, 10, 11 പ്രാധാന്യമുള്ളതാണെങ്കിലും എന്നാൽ നമുക്ക് അല്പം വേഗത്തിൽ പോകാവുന്നതാണ്. 12 മുതൽ ഉള്ള ഭാഗമാണ് ഇതിൻ്റെ പ്രായോഗിക വശം എന്നുള്ളത്. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഡോക്ടറിലാണ്, ഉപദേശപരമാണ്. 12 മുതലുള്ള അധ്യായങ്ങൾ പ്രായോഗികമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഗഹനമായി ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ 9, 10, 11 അധ്യായത്തിൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ അല്പ വേഗത്തിൽ പോകുന്നതുകൊണ്ട് നിങ്ങളുടെ കൂടെ കൂടുതൽ ഒരു ശ്രദ്ധ ചെലുത്തി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ 8-ാം അധ്യായം അവസാനിക്കുമ്പോഴേക്കും യഹൂദന്മാരുടെ മനസ്സിൽ അല്ലെങ്കിൽ യഹൂദന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഈ റോമാലേഖനം ഒരു കോടതിയിലെ വാദപ്രതിവാദം പോലെയാണ്.
ഒരു ആശയം അവതരിപ്പിച്ചു കഴിയുമ്പോൾ ആ ആശയത്തോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള യുക്തിഭദ്രമായ ചില ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അടുത്ത ഭാഗത്ത് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ കണ്ടല്ലോ, നീതീകരണത്തിന്റെ സുരക്ഷ, നീതീകരണത്തിന്റെ സംരക്ഷണം, ഇന്ത്യ വരുന്നതാണ് പ്രശ്നം. നീതീകരണത്തിന്റെ സംരക്ഷണം എന്ന ഭാഗത്ത് നമ്മൾ കണ്ടു. ഏതിൽ നിന്നെല്ലാം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി? 6-ാം അധ്യായത്തിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, 8-ാം അധ്യായത്തിൽ ജഡത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഈ 7-ാം അധ്യായത്തിൽ പറഞ്ഞത് ന്യായപ്രമാണത്തിൽ നിന്നും കിട്ടി സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ ജഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതും ഈ ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ടതാണ്. അത് 8-ാം അധ്യായത്തിൽ പറഞ്ഞു വരുന്നതിലെല്ലാം അതുണ്ട്. 4-ാമത്തെ വാക്യത്തിലുണ്ട്, 1-ാമത്തെ വാക്യത്തിലുണ്ട്. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ആകയാൽ ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ബാക്കി പറഞ്ഞു ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. അവൻ എന്തു വേണ്ട? ന്യായപ്രമാണം വേണ്ട. അവൻ ന്യായപ്രമാണം വേണ്ട എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യം വരും. എന്താണ് ചോദ്യം? ന്യായപ്രമാണം ഇല്ലെങ്കിൽ പിന്നെ ആരില്ല? യഹൂദന്മാരില്ല, യഹൂദനില്ല, ഇസ്രായേലില്ല. ഇസ്രായേലിന്റെ അടിസ്ഥാന പ്രമാണമാണ്, ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണെന്ത്? ന്യായപ്രമാണം എന്ന് പറയുന്നത്. ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പൊ ആ ന്യായപ്രമാണം വേണ്ട, ന്യായപ്രമാണത്തിന് നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ, ഇനി ന്യായപ്രമാണം ഇല്ലെന്ന് പറയുമ്പോൾ ചോദ്യം വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന് ഇനി എന്താണ് ഭാവി? ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ പ്ലാൻ എന്താണ്, പദ്ധതി എന്താണെന്നുള്ള ചോദ്യമാണ് ഇതിൽ വരുന്നത്. ആ ചോദ്യം 9-ാം അധ്യായത്തിൽ കാണുന്നില്ലെങ്കിൽ ആ ചോദ്യം 11-ാം അധ്യായത്തിലുണ്ട്. ആ വിഷയം ആരംഭിക്കുന്നത് 9-ാം അധ്യായത്തിൽ ആണെങ്കിലും ചോദ്യം വരുന്നത് 11-ാം അധ്യായത്തിൽ. അപ്പൊ ഈ 3 അധ്യായം 9, 10, 11-ാം അധ്യായങ്ങൾ ഈ പറയുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ദൈവ ന്യായപ്രമാണത്തെ നീക്കിയെങ്കിൽ ഇനി ഇസ്രായേലിന് ഒരു ഭാവി ഉണ്ടോ? ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നുള്ള പ്രതിവാദിയുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് 9, 10, 11 അധ്യായം. 11-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിലാണ് ചോദ്യം കിടക്കുന്നത്. നമുക്കത് വായിച്ചേക്കാം. 11-1. എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞു. ആരെ സ്വന്തം ജനം? ഇസ്രായേൽ. അതായത് താഴെയുണ്ട്, ഞാനും ഇസ്രായേലും. അത് ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞോ? ന്യായപ്രമാണം ദൈവം മാറ്റിയല്ലോ. മാറ്റിയതുകൊണ്ടാണ് ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു വാക്യം നമുക്ക് അതിനോട് ചേർന്ന് വേണമെങ്കിൽ വായിക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 11, 12 വാക്യം വായിച്ചത്. അതല്ലേ ഓക്കെ. 7-ന്റെ 11, 12. അതിന് കീഴിലോ ജലം ന്യായപ്രമാണം സ്ഥാപിച്ചത് പ്രകാരം എന്ന് പറയാതെ പ്രകാരം വേറൊരു പുരോഗതി എന്താണ് ആവശ്യം? കണ്ടോ? അതായത് യേശുക്രിസ്തു ഏത് ക്രമത്തിലുള്ള പുരോഹിതനായിട്ടാണ് വന്നേ? അവിടെ അങ്ങനെ പഠിക്കാനല്ല കേട്ടോ, ഒരു കാര്യം എന്നോട് ചേർത്ത് പറയാനാണ്. വളരെ ബൃഹത്തായ വിഷയമാണ്, ലളിതമായിട്ടൊന്ന് പറയും. ആരുടെ ക്രമത്തിലാണ് യേശുക്രിസ്തു മഹാപുരോഹിതനായിട്ട് വന്നേ? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ്. അപ്പൊ യേശുക്രിസ്തു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വന്ന് ഒരു പൗരോഹിത്യം സ്ഥാപിച്ചുവെങ്കിൽ ലേവ്യ പൗരോഹിത്യം, അഹരോന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിന് എന്ത് വന്നു? മാറ്റം വന്നു, നീക്കം വന്നു.
എന്നിട്ട് ആ അടുത്ത വാക്യം 12 വാക്യത്തിൽ പറയുന്നത് പൗരോഹിത്യത്തിന് മാറ്റം വന്നെങ്കിൽ, നീക്കം വന്നെങ്കിൽ ന്യായപ്രമാണം കൂടെ നീങ്ങിപ്പോകാൻ ആവശ്യം. കണ്ടോ, പൗരോഹിത്യം മാറിയെന്ന് പറഞ്ഞാൽ പിന്നെ എന്തില്ല? ന്യായപ്രമാണത്തിലേക്ക് പൗരോഹിത്യം പറഞ്ഞിരിക്കുന്നത്. ഇനി ന്യായപ്രമാണം മാറിയെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ മേൽ ചോദ്യചിഹ്നമാണ്. ദൈവം ഇസ്രായേലിന് നൽകിയ പിതാക്കന്മാർ മുഖാന്തരം ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജാതിക്ക് നൽകിയ വാഗ്ദത്തങ്ങളോട് ദൈവം അവിശ്വസ്തത കാണിക്കുകയാണോ? ദൈവം പുതിയൊരു സംവിധാനം കൊണ്ടുവന്നു. എബ്രായലേഖനത്തിന്റെ ഭാഷയനുസരിച്ച് പറഞ്ഞാൽ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം 9-ാം വാക്യം അനുസരിച്ച് പറഞ്ഞാൽ അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു എന്നാണ്. അവ രണ്ടാമത്തേതിനെ സ്ഥാപിച്ച് ഒന്നാമത്തേതിനെ നീക്കിയിട്ട് രണ്ടാമത്തേതിനെ സ്ഥാപിക്കുന്നുവെങ്കിൽ ദൈവം ഒന്നാമത്തേതിനോട് ചെയ്ത വാഗ്ദത്തങ്ങൾ എവിടെ? ആ വാഗ്ദത്തങ്ങളോട് ദൈവം അവിശ്വസ്തനായി തീർന്നു എന്നാണോ? അങ്ങനെ ഒന്നാമത്തേതിനോട് ദൈവം അവിശ്വസ്തനായെങ്കിൽ പിന്നെ രണ്ടാമത്തേതിനോട് ദൈവം എങ്ങനെ വിശ്വസ്തനാകാൻ കഴിയുമെന്ന ചോദ്യമാണ് ഈ 9-10 അധ്യായങ്ങൾ പറയാനായി കാരണമായി തീർന്നത്. ദൈവം ന്യായപ്രമാണവും നീക്കി പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തങ്ങളെ അവിശ്വസ്തനായി തീർന്നെങ്കിൽ പിന്നെ നിങ്ങളിൽ കൊണ്ടുവരുന്ന തത്വം, ഈ പുതിയ ഒരു ദൈവശാസ്ത്രം, അതായത് യേശു ക്രിസ്തുവിൽ സകലമുണ്ട്, അതാണല്ലോ നിങ്ങൾ സ്ഥാപിച്ചത്. നിങ്ങൾ 3, 4, 5 അധ്യായങ്ങളിൽ കൃപയാൽ വിശ്വാസത്താൽ മാത്രം രക്ഷയെന്നും അതിന് കർമ്മങ്ങൾ വേണ്ട, ന്യായപ്രമാണത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ വേണ്ട എന്നും 6, 7, 8 അധ്യായങ്ങളിൽ ആ ദൈവകൃപയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് ഒരാൾ വിശുദ്ധിയിൽ പൂർണ്ണനാകുന്നതെന്നും നിങ്ങൾ തെളിയിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥാപിച്ചു. നമ്മളത് കണ്ടു. 8-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യത്തിൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ അവനോടുകൂടെ സകലവും എന്ന് പറഞ്ഞാൽ എന്താ? സകലവും കഴിഞ്ഞ പറഞ്ഞു. സകലം നൽകുക എന്ന് പറഞ്ഞാൽ നമുക്ക് നീതീകരണത്തോടുകൂടെ വിശുദ്ധീകരണവും തേജസ്കരണവും. അത് അടുത്ത വാക്യത്തിലുണ്ടല്ലോ, അടുത്ത വാക്യങ്ങളുണ്ട്. ക്രിസ്തുയേശു മരിച്ചവൻ 34 തോന്നുന്നു. ക്രിസ്തുയേശു 33 എന്താണ്? ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്ന ദൈവം ആർ ശിക്ഷ വിധിക്കും? എന്നിട്ടാണ് പറഞ്ഞത് ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, മാധ്യസ്ഥം ചെയ്യുന്നു എന്നാണ് PSVകളിൽ. മാധ്യസ്ഥം ചെയ്യുന്നു നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവും ഉറപ്പുള്ളതാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദേഹത്തിന്റെയും ദേഹിയുടെയും ആത്മാവിന്റെ രക്ഷ സുനിശ്ചിതവും സുഭദ്രവുമാണ് എന്ന് പറയുമ്പോൾ ന്യായപ്രമാണം ബേക്കാറാണെന്നാണ്, ന്യായപ്രമാണം ആവശ്യമില്ലെന്നാണ്. ഞാൻ ആ വാക്ക് കണ്ടുപിടിച്ചു. അതായത് ന്യായപ്രമാണത്തിന് നിഷ്ഫലത. നമ്മൾ 7-ാം അധ്യായം ചിന്തിച്ചപ്പോൾ ന്യായപ്രമാണത്തിന്റെ പോരായ്മ എന്നൊരു ഭാഗം അത് പറഞ്ഞു. ന്യായപ്രമാണത്തിന് നിഷ്ഫലത. ഈ എബ്രായലേഖനത്തിലെ വാക്കുണ്ട്, 7-ാം അധ്യായത്തിലുണ്ട്, മുമ്പിലത്തേതിന്റെ നിഷ്പ്രയോജന നിമിത്തം എന്ന വാക്കുണ്ട്. നിഷ്പ്രയോജനം, അത് നിഷ്ഫലത എന്നുള്ളതാണ് കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ള ഒരു വാക്ക്. അപ്പോൾ നിഷ്ഫലത നിമിത്തമാണ് എന്ന് പറഞ്ഞാൽ അതവിടെ 8-3 ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിന്. ന്യായപ്രമാണം നല്ലതും നീതിയുക്തവും വിശുദ്ധവുമാണ്, പക്ഷെ എന്നെ നീതിമാനും നല്ലവനും വിശുദ്ധനാക്കാൻ ന്യായപ്രമാണത്തിന് കഴിയുന്നില്ല. അപ്പൊ ആ നിങ്ങൾ പറയുന്ന ഈ പുതിയ തത്വം ഞങ്ങൾ അംഗീകരിച്ചു. ന്യായപ്രമാണവാദികള്, യഹൂദ മതവാദികൾ പറയുന്നു അത് അംഗീകരിച്ചു. വിശ്വാസത്താലും നീതികരണവും കൃപയാൽ പരിശുദ്ധാത്മാവിനാലുള്ള വിശുദ്ധീകരണവും തേജസ്കരണവും എല്ലാം ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷെ ഇസ്രായേലിനോടും പിതാക്കന്മാർ മുഖാന്തരം ചെയ്ത വാഗ്ദത്തങ്ങൾ എവിടെ അതിനെന്ത് സംഭവിക്കും? അതിനുള്ള ഉത്തരവാണ് 9-10 പറഞ്ഞത്. നമുക്കപ്പോൾ 9-ാം അധ്യായത്തിലേക്ക് പോകും. 9-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ ഭൂതകാലം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പഴയ പ്രൗഢി എന്ന് വേണമെങ്കിൽ എഴുതാം.
ഇസ്രായേലിന്റെ 9-ാം അധ്യായം. ഈ പോർഷന്റെ 3ആയിട്ട് നമ്മൾ തിരിക്കുക. 5ാമത്തെ പ്രധാന ഹെഡിങ് ആണ് കേട്ടോ. അഞ്ചാമത്തെ നമ്മുടെ റോമാലേഖന പഠനത്തിലെ 5ാമത്തെ മെയിൻ ഹെഡിങ് ആണ്. അതെന്താണ്? ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവിക നിർണയം. റോമൻ ലെറ്റർ 5. ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യത്തെ മുഖവുര, പ്രധാന ഹെഡിങ് 1 മുഖവുര, 2 നീതീകരണത്തിന്റെ അനിവാര്യത, 3 നീതീകരണത്തിനായുള്ള ദൈവിക കരുതൽ, 4 നീതീകരണത്തിന്റെ സംരക്ഷണം. അത് 6, 7, 8 അധ്യായം. 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിനെ കുറിച്ചുള്ള 5ാമത്തെ പ്രധാന ഹെഡിങ് ആണ് ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവിക നിർണയം. ഔട്ട്ലൈൻ ഞാൻ ഇടാം. നമ്മൾ വാട്സാപ്പിൽ ഇട്ട് തരാം. ഔട്ട്ലൈൻ ഇട്ട് തരാം. കൺഫ്യൂഷൻ വരില്ല. കൺഫ്യൂഷൻ തീർക്കണം. ഓക്കെ. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവിക നിർണയം. അതിൽ 1ാമത്തെ ഉപശീർഷകമാണ് ഇസ്രായേലിന്റെ പഴയ പ്രൗഢി, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭൂതകാലം. 9-ാം അധ്യായം. ഇസ്രായേലിന്റെ പഴയ പ്രൗഢി, അധ്യായം 9. അപ്പോൾ ഇസ്രായേലിന്റെ ഭൂതകാലം ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനെ നമുക്കൊന്ന് 3, 4 ആയിട്ട് ഒന്ന് തിരിക്കാം. 1, 9-ാം അധ്യായത്തിനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്ത് ലളിതമാക്കും. 1, ദൈവത്തിന്റെ വിശ്വസ്തത. അതാണുള്ള ചോദ്യം. പിതാക്കന്മാരോടുള്ള വാഗ്ദത്തങ്ങൾ ദൈവം വിശ്വസ്തനാണോ? വാഗ്ദത്തങ്ങൾ എവിടെ? അപ്പോൾ അതാണ് 1ാമത്തെ ഭാഗം, ദൈവത്തിന്റെ വിശ്വസ്തത. 1 മുതൽ 13 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. 1 മുതൽ 13 വരെ വായിച്ചാട്ടെ. ദൈവത്തിന്റെ വിശ്വസ്തത 1 മുതൽ 13 വരെയുള്ള വാക്യം. ആ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയും, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. എന്തിനാ ഈ ദുഃഖവും നോവും മനസ്സിൽ? എന്തിനാ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്കൊരു ദുഃഖവും വിഷമവും ഇല്ലെന്നല്ല. എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വളരെ വിഷമമുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്. എന്ത് കാര്യത്തിൽ? 3-ാം വാക്യം, ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ജഡപ്രകാരം എൻ്റെ സഹോദരന്മാരായ ചാർച്ചക്കാരിൽ നിന്ന് വേർപെടേണ്ടതായിട്ട് വന്നു. ജഡപ്രകാരമുള്ള ചാർച്ചക്കാരാണ്, സഹോദരന്മാരാണ് ഇസ്രായേലിയർ, യഹൂദന്മാർ. അപ്പൊ അവരോട് വേർപെടാൻ ഇന്ന് എന്തുകൊണ്ടാണ് ആളുകൾക്ക് രക്ഷിക്കപ്പെടാൻ കഴിയാത്തത്? ഈ പറയുന്ന സത്യങ്ങൾ സത്യമല്ല എന്ന് തോന്നുന്നത് കൊണ്ടാണോ? അല്ല, പിന്നെന്താ? യേശുവിനെ കർത്താവായിട്ട് അംഗീകരിച്ചാൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? വേർപെടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ സാധാരണയായിട്ട് സുവിശേഷം പറയുമ്പോൾ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ഏറ്റി പറയിപ്പിക്കാറില്ല. സാധാരണഗതി 2, 3, 4, 5, 6 പ്രാവശ്യം കണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായതിനു ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഏറ്റി പറയാൻ? അപ്പോൾ സാധാരണഗതിയിലായ 8 ക്ലാസ്സിൽ അപൂർവമായിരിക്കും. കാരണം ആളുകൾക്കറിയാം യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇനി എനിക്ക് ന്യായപ്രമാണം അനുഷ്ഠിക്കാൻ, മതകർമ്മങ്ങളിൽ ആശ്രയിക്കാൻ എനിക്ക് കഴിയില്ല. യേശു എനിക്ക് വേണ്ടി ചെയ്ത ആ രക്ഷാവേലയെ സമ്പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ഇതിനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുമെന്ന് അറിയാം. അപ്പോൾ പൗലോസ് പറയാണ്, ഞാൻ ജനിച്ചു വളർന്ന ജഡപ്രകാരം എനിക്ക് ബന്ധമുള്ള എൻ്റെ സഹോദരന്മാരായ ഇസ്രായേലിനോട് ഞാൻ വേർപെട്ടതിൽ എനിക്ക് എന്തുണ്ട്? ദുഃഖമുണ്ട്, വേദനയുണ്ട്. ഇല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ട് അങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്തുണ്ടായിട്ടുണ്ട്?
ദുഃഖമുണ്ടായിട്ടുണ്ട്, വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും രക്ഷിക്കപ്പെട്ട് വേർപെട്ട് വരുന്നവർക്ക് ഒരു ദുഃഖമില്ലെന്നല്ല. ആത്മീയ സന്തോഷം ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വേദനയുണ്ട്. അപ്പം പൗലോസ് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു. അങ്ങനെ ക്രിസ്തുവിനോട് വേണമെങ്കിൽ വേർപെട്ട് ഞാൻ എൻ്റെ സഹോദരന്മാരോട് ചേരാമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ആരായിത്തീരും? ശാപഗ്രസ്തനായിത്തീരും. ഞാൻ എൻ്റെ ജഡപ്രകാരമുള്ള എൻ്റെ സഹോദരന്മാരോട്, അതുകൊണ്ടല്ലേ സഹോദരന്മാരെ ഞൗരന്മാരെ, ലോകത്തിൽ ഇതവരെയുന്ന കോടാനുകോടി മനുഷ്യർ അതാണ് പാടുപോലെ കൂട്ടം വെറുത്തു കുലവും വെറുത്തു. അപ്പൊ കൂട്ടുകാരൻ വെറുത്തിട്ടും ക്രിസ്തു മതി എന്ന് പറഞ്ഞ് ഈ നമ്മള് അതാണ് അവിടെ ഈ 8-ാമത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗം അതാണ്. എന്താ? മരണത്തിനോ ജീവനോ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ദൂതന്മാർക്കോ, പിന്നെ അതിനു മുമ്പ് പറയുന്നുണ്ട് ആപത്തോ വാളോ പട്ടിണിയോ നഗ്നതയോ ഒന്നിനും എന്ത് ചെയ്യാൻ കഴിയില്ല, ക്രിസ്തുവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. അപ്പൊ ഇതെന്താ വേർതിരിക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ 1.5 ലക്ഷമോ 2 ലക്ഷമോ 5 ലക്ഷമോ കിട്ടിയിട്ടല്ല, വീട് പണിത് കിട്ടിയിട്ടല്ല. പിന്നെ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടാൽ ഞാൻ ആരായിത്തീരും? ശാപഗ്രസ്തനായിത്തീരും. ദൈവിക സന്നിധിയിലേക്ക് എനിക്ക് സ്വീകാര്യത ലഭിച്ചത് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. എന്റെ മതത്തിന്റെ ആചാരാനുഷ്ഠാനത്തിൽ കൂടെയല്ല, ന്യായപ്രമാണത്തിൽ കൂടെ ലഭിക്കയില്ല എന്നുള്ള തിരിച്ചറിവാണ് സ്വന്തം ജനത്തെ വിട്ട് ക്രിസ്തുവിനോട് ചേരാനിടയായി തീർന്നത്. അപ്പൊ ഇനി അടുത്ത പോർഷൻ പറയുന്നത്, പക്ഷേ ഞാൻ വിട്ടുപോകുന്ന ആളുകളുണ്ട് ഇസ്രായേലിൽ, അവരുടെ ഭൂതകാലം അല്ലെങ്കിൽ അവരുടെ മഹത്വത്തെ കുറിച്ച് പറയുന്നു. 4 മുതൽ വായിക്കാം. അതായത് ഇസ്രായേലിന്റെ ഭൂതകാലം, അതായത് ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനമാണ്. അതാണ് പറഞ്ഞു വെക്കുന്നത്. ദൈവം അവർക്ക് അവിടെ പറയുന്ന എന്താണ്? അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരവും ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചവൻ. അപ്പൊ എല്ലാ ദൈവിക വാഗ്ദത്തങ്ങളും നിയമങ്ങളും അല്ലെങ്കിൽ ദൈവത്തിന്റെ എല്ലാ മാർഗങ്ങളും ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ആരിൽ കൂടിയ ദൈവം? ദൈവത്തിന്റെ തേജസ് കൂടെ തന്നെ ദൈവികമായ വെളിപ്പാടുകൾ ലഭിച്ചത് എല്ലാം ഇസ്രായേൽ വഴിയാണ്. എന്നിട്ട് പൊതുവിൽ പറയുന്നതാണ് അതിന്റെ കാതലായ കാര്യം. എന്ത്? ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ആ വാക്യം മനസ്സിലേക്ക് എപ്പോഴും ഓടി വരുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് ശമരിയാസ്ത്രീയോട് പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? അവർ തമ്മിലുള്ള ആ സംഭാഷണങ്ങളുടെ ഒടുവില് കർത്താവ് പറയുന്നുണ്ട്, ഒടുവിലല്ല ആ തുടക്കത്തിൽ ആ സ്ത്രീ പറയുന്നുണ്ട്, നിങ്ങൾ യെരൂശലേം ഞങ്ങൾ ഈ മലയിലും നിങ്ങൾ യെരൂശലേമിലും ആരാധിക്കുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു, ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്നൊരു കർത്താവ് പറയുകയാണ്. രക്ഷ ഓർക്കുന്നുണ്ടോ? രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്, നിങ്ങളുടെ ഇടയിൽ നിന്നല്ല. നിങ്ങളല്ല ഈ ന്യായപ്രമാണത്തിന്റെ ആ സ്ത്രീയോട് പറഞ്ഞതിന്റെ സാരാംശം അതാണ്. അതായത് ന്യായപ്രമാണവും വാഗ്ദത്തവും പ്രമാണങ്ങളും നിങ്ങൾക്കല്ല, ശമര്യരായ നിങ്ങൾക്കല്ല. പിന്നെ എവിടെ നിന്നത്? യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ്. യഹൂദന്മാർക്കാ കൊടുത്തത്. അതുകൊണ്ട് രക്ഷ വരുന്ന എവിടെ നിന്നാണ്? യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ മശിഹ വരുന്നത്, രക്ഷകൻ വരുന്നത് എവിടെ നിന്നാണ്? യഹൂദന്മാരുടെ ഇടയിൽ നിന്ന്. അതെവിടെ പറഞ്ഞത്? ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അപ്പൊ അവര് ഒരു സംശയമില്ല, ചോദ്യം ചോദിക്കുന്നവരോട് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ ചോദ്യം ന്യായമാണ്. പിതാക്കന്മാർ അവർക്കുള്ളതാണ്. ന്യായപ്രമാണവും വാഗ്ദത്തങ്ങളും നിയമങ്ങളും
എല്ലാം അവർക്കുള്ളതാണ്. അവരിൽ നിന്നാണ് ക്രിസ്തു ഉത്ഭവിച്ചത്. അവർ ശ്രേഷ്ഠമായൊരു ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഒരു സംശയവും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്. അടുത്ത വാക്യം, വാക്യം 6. വരികയില്ല. 6-7 വാക്യങ്ങൾ. ദൈവവചനം വൃഥാവായി പോയ എന്നല്ല എന്ന് പറഞ്ഞാൽ ദൈവം ഈ വാഗ്ദത്തങ്ങൾ ചെയ്തതും നിയമം കൊടുത്തതും ന്യായപ്രമാണം കൊടുത്തതും ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി പോയിട്ടില്ല, വൃഥാവായി പോയിട്ടില്ല. ദൈവം കാല് മാറിയിട്ടില്ല, ദൈവം വാക്ക് മാറിയിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കിയതിലുള്ള കുഴപ്പമാണ്, നിങ്ങൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തതിലുള്ള, നിങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചതിലുള്ള കുഴപ്പമാണ് എന്നിട്ട് പറയും 6-ാം വാക്യം. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലരല്ല. അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. അപ്പൊ അത് കാര്യം മനസ്സിലായിക്കോ. അവിടെ താഴെ നിന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അബ്രഹാമിൽ നിന്ന് ദൈവാർക്ക് വാഗ്ദത്തം കൊടുത്തു, അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന്റെ സന്തതികൾക്ക് എന്ത് ലഭിക്കണം? എല്ലാവർക്കും ആ വാഗ്ദത്തം ലഭിക്കണം. എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. അബ്രഹാമിന് ആദ്യം ജനിച്ചത് ആരാ? ഇസ്മായേല്. അത് ദൈവം പറഞ്ഞു എന്താ? ദാസിയുടെ മകൻ. ഗലാത്യലേഖനം ഈ പോർഷൻ ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളുമായി നിങ്ങൾ ചേർത്ത് പഠിക്കണം. അവിടെ പറയുന്നുണ്ട്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിൽ പതിച്ചിരിക്കുന്നവരെ എന്നോട് ചോദിപ്പിൻ, ഞാൻ പറയാം. അബ്രഹാമിന് 2 ഭാര്യമാർ. ഗലാത്യലേഖനം 4-ന്റെ 2 പുത്രന്മാർ. ഗലാത്യലേഖനം 4-ന്റെ 21 മുതലുള്ള വാക്യമാണ്. ന്യായപ്രമാണത്തിന് കീഴിൽ പതിച്ചിരിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറയുവാൻ അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തപ്രകാരവും ജനിച്ചിരുന്നു. ഇനി അതിന്റെ 28-ാം വാക്യം. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്ന് പറയുന്നു, ദാസിയെയും മകനെയും പുറത്താക്കിക്കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ ആരാ അവകാശി? വാഗ്ദത്തങ്ങളുടെ അവകാശി ആരാണ്? സ്വതന്ത്രയുടെ മകൻ, അല്ലെങ്കിൽ വാഗ്ദത്തത്താൽ ജനിച്ചവൻ. അതാരാ? ഇസ്ഹാക്ക്. ഇസ്മായിലിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ജഡപ്രകാരം ജനിച്ചവൻ, വാഗ്ദത്തപ്രകാരം ജനിച്ചവനെ. അപ്പോ ഇസ്മായിലെ ആരാ? ജഡപ്രകാരം ജനിച്ചവൻ. അപ്പൊ ഞാൻ അതിന്റെ അർത്ഥം എന്താ? ഇസ്ഹാക്കും ജഡപ്രകാരം അല്ലേ ജനിച്ചത്? ജഡത്തിലല്ലേ ജനിച്ചത്? രണ്ടുപേരും സ്ത്രീ പുരുഷ സംസർഗത്തിൽ കൂടിയാണ് ഇസ്മായേലും ഇസ്ഹാക്കും ജനിച്ചത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അതെന്താ? ഒന്ന് മനുഷ്യന്റെ ജഡീകമായ താല്പര്യത്തിൽ, ഉദ്ദേശത്തിൽ, പദ്ധതിയിൽ ജനിച്ചതാണ്. ആര്? ഇസ്മായേല്. എന്നാൽ മറ്റൊന്ന് സമ്പൂർണമായും സാധ്യതയില്ലാത്തയിടത്ത്, അവിടെ നമ്മൾ ഈ റോമാലേഖനം തന്നെ നമ്മൾ ചിന്തിച്ചു 4-ാം അധ്യായത്തിൽ, ആശയ്ക്ക് വിരോധമായ ആശയോടെ തൻ്റെ ശരീരം നിർജീവമായപ്പോഴും തന്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമായിരുന്നിട്ടും അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. സാധ്യതയില്ലാതിരുന്നിട്ടും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വസിക്കാതെ, സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അങ്ങനെ ജനിച്ചതാണ് ആര്? എന്ന് പറഞ്ഞ വാഗ്ദത്തം പ്രകാരം ജനിച്ചതാണ്. ആ ആളാണ് ആര്? സന്തതി. എല്ലാവരും ആരല്ല?
സന്തതികളല്ല. എല്ലാവരും ആണെന്ന് വന്നാൽ ഇസ്മായേലും ആകണം. ഇസഹാക്കിന് ശേഷം ജനിച്ച ധാരാളം പുത്രന്മാരാർക്കുണ്ട് അല്ലേ? അബ്രഹാമിനുണ്ട്. അവരൊക്കെ ആരാകണം? സന്തതികളാകണം, അവകാശികളാകണം. അവർ അവകാശികൾ അല്ല. ഇനി താഴേക്ക് പോകാം. റോമാലേഖനം 9-ാം അധ്യായം താഴേക്ക് പോകാം. ഉദ്ദേശിച്ചതുപോലെ പോകുന്നില്ല, ഇച്ചിരി സ്പീഡിൽ പോകാം. എന്നേ ഉള്ളൂ, എന്നേ ഉള്ളൂ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരുമല്ല, ഇതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വ്യാഖ്യാനിച്ചതിന് വഷളാക്കുന്ന എല്ലാവരും ഇല്ലെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ. മക്കളെ അത്രേ മതി. അപ്പോ അവിടെ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ കുറിച്ചാണ്. വാഗ്ദത്തത്തിൽ ദൈവം ആരാണ്? വിശ്വസ്തനാണ്. ദൈവം ഒരു വാക്കും മാറിയിട്ടില്ല, മാറ്റിയിട്ടില്ല. ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാമെന്ന് ദൈവം ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഇവിടെ ഈ പോർഷനെ നമ്മൾ ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഈ കുറ്റം ആരോപിക്കുന്ന ആളുകൾ പറയുന്നത് പോലെ ദൈവം എന്ത് ചെയ്തിട്ടില്ല? വാഗ്ദത്തത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ദൈവം വാഗ്ദത്തത്തിൽ അവിശ്വസ്തനായിട്ടില്ല. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്ന മറുഭാഷ്യമാണ് ഈ പറയുന്നത്. അതിന്റെ വ്യക്തത വരുത്തിയാണ് അപ്പോസ്തലൻ. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എല്ലാവരും സന്തതികൾ അല്ല, അല്ലെങ്കിൽ എല്ലാവരും ദൈവത്തിന്റെ ജനത്തിന്റെ പട്ടികയിൽ വരുന്നില്ല. ഒരു രാഷ്ട്രം എന്ന നിലയിൽ ആസ് എ പൊളിറ്റിക്കൽ നേഷൻ ഈ അബ്രാഹാമിന്റെ സന്തതിയിൽ പിറന്നവരെല്ലാവരും അതിൽ പങ്കാളികളാണ്. മനസ്സിലാക്കണേ. ഒരു രാഷ്ട്രം എന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ നേഷൻ എന്ന നിലയിൽ അബ്രാഹാമിന്റെ സന്തതിയിൽ ജനിച്ചവരെല്ലാവരും ആ രാജ്യത്തിന്റെ അവകാശികളാണ്, അതിൽ പങ്കാളികളാണ്, അതിൽ ഉൾക്കൊള്ളുന്നവരാണ്. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ആരെ ഉൾപ്പെടുന്നുള്ളൂ? ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഈ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നവർ മാത്രമാണ്. അപ്പൊ നമുക്ക് അത് ഇങ്ങനെ മനസ്സിലാക്കാം. There is a political nation called Israel and also a spiritual nation. ഒരു ആത്മീയ ഇസ്രായേലും ഉണ്ട്, ഒരു ഭൗതിക ഇസ്രായേലും ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ അതാണ് ഗലാത്യ ലേഖനത്തിൽ ഒടുവിൽ പറഞ്ഞു നിൽക്കുന്നത്. ഇതേ വിഷയമാണല്ലോ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. വിശ്വാസ നീതീകരണം ന്യായപ്രമാണവുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഗലാത്യ ലേഖനത്തിലും. അപ്പൊ അവിടെ ഒടുവിൽ 6-ാം അധ്യായത്തിൽ ഒടുവിൽ പറയുന്നത് ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നുണ്ട്. അതേത് ഇസ്രായേൽ? ഈ ദൈവിക വാഗ്ദത്തങ്ങളിൽ, ദൈവിക വാഗ്ദത്തത്തിന്റെ കാതൽ എന്താ? ക്രിസ്തുവാണ് ദൈവിക വാഗ്ദത്തം. ന്യായപ്രമാണവും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും എല്ലാം പറയുന്ന വാഗ്ദത്തം ആരാ? ക്രിസ്തുവാണ്. അപ്പൊ ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് ദൈവത്തിന്റെ ഇസ്രായേൽ, ആത്മീയ ഇസ്രായേൽ. നമ്മളല്ല ആത്മീയ ഇസ്രായേൽ, നമ്മൾ ദൈവസഭയാണ്. ആ ദൈവസഭയിലേക്ക് യഹൂദന്മാരിൽ നിന്നുള്ള ആളുകളെ, വിശ്വസിച്ച ആളുകൾ ദൈവം കൂട്ടിച്ചേർത്തു. അതിനുദ്ദേശിച്ചാണ് ദൈവത്തിന്റെ ഇസ്രായേലിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ ഇത് വേർതിരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് 9-ാം അധ്യായത്തിൽ. എല്ലാവരും ആരല്ല? ആ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനമല്ല, സന്തതി അല്ല. വാഗ്ദത്തങ്ങളിൽ, ദൈവിക വാഗ്ദത്തങ്ങളിൽ സമ്പൂർണമായി വിശ്വസിച്ച് ആശ്രയിക്കുന്നവരാണ്. അപ്പൊ അതിലൊരു തിരഞ്ഞെടുപ്പും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം
പ്രവൃത്തികൾ നിമിത്തമല്ല, പിന്നെ വിളിച്ചവന്റെ ഇഷ്ടപ്രകാരമാകേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് ദൈവം ചെയ്തു, വാഗ്ദത്തം ചെയ്തു, കൽപ്പിച്ചു. അത് അതുപോലെ സംഭവിച്ചു. ദൈവിക വാഗ്ദത്തങ്ങളിലും തെരഞ്ഞെടുപ്പിലുമാണ് കാര്യങ്ങൾ കിടക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞു വെച്ചത്. അപ്പൊ അടുത്ത ചോദ്യം വന്നു. അടുത്ത ചോദ്യം 14 വാക്യത്തിൽ എന്താണ് ചോദ്യം? ദൈവത്തെ അനീതിയ പരിപാടി കാണിക്കുന്നത്. കുട്ടികൾ ശരിക്കും ഗുണമാകട്ടെ ദോഷമായിട്ട് പ്രവർത്തിക്കുന്നതിന് മുമ്പേ ദൈവം എന്ത് പറഞ്ഞു? മൂത്തവനെ ഇളയവനെ. അതായത് ആരായിരിക്കും സന്തതി, ആരായിരിക്കും അവകാശി? യാക്കോബായിരിക്കും. ആരായിരിക്കില്ല? ഏശാവ് ആയിരിക്കില്ല എന്ന് ദൈവം മുന്നേ പറഞ്ഞു. അതാ അനീതിയല്ലേ? അതൊരു മര്യാദകളല്ലേ? പ്രവർത്തിക്കട്ടെ, ഗുണമാകട്ടെ ദോഷമാകട്ടെ, ആരാ നല്ലതെന്ന് നമുക്ക് നോക്കിയിട്ട് വേണ്ട ചെയ്യാം, തിരഞ്ഞെടുക്കാം. ന്യായമല്ലേ? ന്യായമാണ്. അപ്പൊ അതിനുള്ള ഉത്തരവാണ് അടുത്ത പോർഷൻ 14-18 വരെ. ദൈവത്തിന്റെ നീതി. ദൈവത്തിന്റെ നീതി. 14-18 വരെ ഞാൻ വായിക്കും. ആകയാൽ നാം എന്ത് പറയുന്നു? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? ഒരു നാടുമില്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 33:19 അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. 16 അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്തിലെ സകലവും സാധിക്കുന്നത്. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്ന് നിർത്തിയിരിക്കുന്നത് നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ എന്ന് തിരുവഴുത്തിയ ഫറവോനോട് അരുളി ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവരോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ദൈവത്തിന്റെ സോവർണിറ്റി അവിടെ പറയുന്നു. ദൈവത്തിന്റെ പരമാധികാരം. നിങ്ങളൊരു വീട് പണിയുന്നു. ഒരിക്കൽ ഞാൻ സുരക്ഷിതം പറയാനായിട്ട് ചെന്നപ്പോൾ ഒരാൾ എന്നോട് ഈ വിഷയത്തെ സംബന്ധിച്ച് തർക്കിച്ചു. ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക ലോകത്ത്. പുള്ളിക്ക് കുറെ പരാതികൾ. എന്തുകൊണ്ട് അനീതി നടക്കുന്നു, എന്തുകൊണ്ട് അഴിമതികൾ നടക്കുന്നു, എന്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു, തിന്മ ലോകത്തിന് എന്തുകൊണ്ട്. അപ്പൊ അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഒരു ഉദാഹരണം. അപ്പൊ അവര് ഒരു പുതിയ വീട്, വലിയൊരു വീട് പണിതുകൊണ്ടിരിക്കും. ഒരു ഷെഡിലാണ് താമസിക്കുന്നത്. ആ ഷെഡിന്റെ വരാതയിലേക്കാണ് സംസാരിച്ചത്. പിന്നെ ഈ വീടിനകത്ത് റൂമുണ്ട്. ഈ റൂം 3 റൂമുണ്ട് ഈ വീട്. അതിൻ്റെ 4 റൂമാക്കാനിരുന്നു. അവര് പറഞ്ഞു അതെന്റെ ഇഷ്ടമല്ല, 3 വേണം 4 വേണം പറഞ്ഞു. ഇതിന്റെ അടുക്കള ഏത് ഭാഗത്താണ്? അവിടുത്തെ ഈ ദർശനമൊക്കെ നോക്കുന്ന ആളുകളാണ്. ഇന്ന കത്തോലിക്ക സൗകര്യം ഇന്ന സ്ഥലത്തേക്കാണ് അതിന്റെ ദർശനം. ഞാൻ അത് ഇപ്പുറത്തെ വശത്തേക്കായിരുന്നു. ഈ അടുക്കള ഇപ്പുറത്തേക്ക്. ഇതിന്റെ ദർശനം ഈ വീട് ഇപ്പുറത്തെ വശത്തേക്ക് തിരിച്ചു പണിയായിരുന്നു. അതൊക്കെ നമ്മൾ പണിയുന്നവരുടെ ഇഷ്ടമല്ലേ? എങ്ങോട്ട് പണിയണം, എവിടേക്ക് പണിയാം, എത്ര റൂം വേണം, റൂമിന് എത്ര വിസ്താരം വേണം, അതൊക്കെ നമ്മളല്ലേ തീരുമാനിക്കണം. ഞാൻ പറഞ്ഞു ഇന്ന് ജനിച്ച് നാളെ മരിച്ചു പോകുന്ന നിസാരമായ ഒരു ആയുസ് മാത്രമുള്ള ഈ ലോകത്തിൽ ഒരു എന്താ പറയുന്നത് ഭാഗതയിലില്ലാത്ത മനുഷ്യരായ നമ്മൾക്ക് എന്തുണ്ട്? തീരുമാനങ്ങൾ ഉണ്ട്. നമ്മുടേതായ കാര്യങ്ങളിൽ ആത്യന്തികമായ തീരുമാനം നമ്മുടേതാണ്. എങ്കിൽ സർവത്തിന്റെയും ഉടയവനായ ദൈവം സകലവും അവന്റേതാണ്. അതാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നിനക്ക് എന്നെ ഇങ്ങനെ മെനയാമോ എന്ന് ചോദിക്കാമോ? കളിമണ്ണിന്മേൽ കുശവന് അധികാരമുള്ളതുപോലെ എങ്ങനെയും മെനയാൻ ആർക്കഴിയും? ഞാനത് 8-28 വാക്യം, നമ്മൾ 29 വാക്യം വിശദീകരിച്ചപ്പോൾ ഞാനത് പറഞ്ഞു. ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളത് ദൈവത്തിന് ഇഷ്ടത്തിലുള്ള കാര്യം. പിൻകോറിനെ തെരഞ്ഞെടുക്കാൻ ദൈവത്തിന് തോന്നി. അത് പിൻസോദറിനോട് ദൈവത്തിന് എന്തുണ്ടായി? കരുണ തോന്നിയിട്ട് തന്നെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. പിന്നെ മനുഷ്യരുടെ കയ്യിൽ ദൈവം തെരഞ്ഞെടുപ്പ് കൊടുത്തിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം?
തിരഞ്ഞെടുക്കാം. പക്ഷെ ദൈവം തനിക്കായ ഒരു കൂട്ടാണ് എന്ത് ചെയ്യും? തിരഞ്ഞെടുക്കും. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അപ്പൊ ഇതുപോലെ തന്നെ ഇത് ഇവിടെ പറയാൻ കാരണം, ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ രാഷ്ട്രത്തിനകത്തു നിന്ന് തനിക്കായിട്ട് ദൈവം കുറെ പേര് തിരഞ്ഞെടുത്തു. അതാ ഇവിടെ പറയുന്നത്. പൊതുവായിട്ടുള്ള രക്ഷയെ കുറിച്ചുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്. ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. നമുക്ക് 19 മുതൽ വായിക്കാം. ദൈവത്തിന്റെ ന്യായം. ഒന്ന്, ദൈവത്തിന്റെ വിശ്വസ്തത 1 മുതൽ 13 വരെ. 14 മുതൽ 18 വരെ ദൈവത്തിന്റെ നീതി. 19 മുതൽ 29 വരെ ദൈവത്തിന്റെ ന്യായം. ദൈവത്തിന്റെ ന്യായം വായിക്കാം. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആര് അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അതായത് ദൈവം തന്നെയല്ലേ തിരഞ്ഞെടുക്കുന്നത്, ദൈവം തന്നെയല്ലേ തിരഞ്ഞെടുക്കാതിരിക്കുന്നത്. അപ്പൊ പിന്നെ ദൈവത്തെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? ആര് അവന്റെ ഇഷ്ടത്തോട് മറച്ചു നിൽക്കൂ എന്ന് നീ എന്നോട് ചോദിക്കും. ഞാൻ പൗലോസ്ലീഹയോട് അല്ലെങ്കിൽ ഈ ആശയം പറയുന്നവരോട് ചോദിക്കും. അപ്പൊ അതിനുള്ള ഉത്തരവാണ് 20-ാം വാക്യം. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല പശുവിന അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ കളിമണ്ണിന്മേൽ അധികാരം ഇല്ലയോ? ഇവിടെ പറയുന്നത് വ്യക്തി, നമ്മൾ എപ്പോഴും ഓർക്കണേ, റോമാലേഖനം 9, 10, 12 അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വ്യക്തിപരം അല്ല. വ്യക്തിപരമായ തെരഞ്ഞെടുപ്പോ മറ്റോ അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രത്തെ, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ഉദ്ദേശിച്ച. അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൽ ലോകത്തിന്റെ ഉള്ളിൽ ദൈവം തിരഞ്ഞെടുത്ത് തനിക്കായി നിർത്തിയതുപോലെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിനകത്ത് വന്ന് ദൈവം ഒരു കുറെ ആളുകൾ തനിക്കായിട്ട് എന്തെങ്കിലും തെരഞ്ഞെടുത്തു. അതിന് ദൈവത്തിന് എന്തുണ്ട്? അധികാരമുണ്ട്, അവകാശമുണ്ട്. ദൈവം പരമാധികാരിയാണ്. ഈ സോവറിൻ. ദൈവത്തിന് അതിനുള്ള അവകാശമുണ്ട്. അപ്പൊ അതിന് ദൈവം ന്യായത്തോടു കൂടിയാണ് അത് ചെയ്തതെന്നാണ് അടുത്ത വാക്യങ്ങൾ പറയുന്നത്. 22-ാം വാക്യം. എന്നാൽ ദൈവം തന്റെ കോപം കാണിക്കാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ചു തേജസ്സനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചെങ്കിൽ എന്ത്? അപ്പൊ ദൈവം ഇത് ഏതെങ്കിലും ഒരു കൂട്ടരോട് മാത്രം ചെയ്ത കാര്യമല്ല. ആരോടൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്? യഹൂദന്മാരോടും ജാതികളോടും. ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും ദൈവത്തിന്റെ കോപം പ്രദർശിപ്പിക്കുവാനും അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണ പ്രദർശിപ്പിക്കുവാനുമായിട്ട് ഒരു കൂട്ടം ആളുകളെ ദൈവം എല്ലായിടത്തുനിന്നും ദൈവം നേരിട്ടുണ്ട്. ലോകത്തിലെ, അതുകൊണ്ടാണ് വെളിപ്പാട് അദ്ദേഹത്തെ പറയുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നവരുടെ കൂട്ടത്തിൽ, കുഞ്ഞാടിനെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷയിൽ നിന്നും ജാതിയിൽ നിന്നും വംശത്തിൽ നിന്നുള്ളവരുണ്ട്. ആരെങ്കിലും അറിയും ഞങ്ങൾ എന്തിനാണ് ഒഴിവാക്കിയത്, ഞങ്ങളെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല എന്ന് പറയാതിരിക്കാൻ തക്കവണ്ണം സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായി തീർന്നവനാണ് ദൈവം. ദൈവത്തിന്, അതായത് ദൈവത്തിന് ന്യായം ഉണ്ട്. 24-ാം 25-ാം വാക്യം. എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞിടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്ന മോശെ പുസ്തകത്തിലും അരുളി ചെയ്യുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ജാതികളെ എന്താക്കി തീർക്കും? പ്രിയ മക്കളാക്കി തീർക്കുമെന്നുള്ള വാഗ്ദത്തമാണത്. 27-ാം വാക്യം. യെശയ്യാവ് ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും രക്ഷിക്കപ്പെടുകയില്ല. അല്ലെങ്കിൽ എല്ലാവരും ദൈവിക വാഗ്ദത്തത്തിൽ പങ്കാളികൾ ആകില്ല. എത്ര അധികം ആളുകളുണ്ടെങ്കിലും രക്ഷിക്കപ്പെടും. 28-ാം വാക്യം. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കുമെന്ന് വിളിച്ചു പറയുന്നു.
സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമെ പോലെ ആകുമായിരുന്നു, ഗോമോരയ്ക്ക് സദൃശ്യമാകുമായിരുന്നു എന്ന് യെശയ്യാ മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. എന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവിക വാഗ്ദത്തങ്ങളിൽ അല്ലെങ്കിൽ ദൈവിക പദ്ധതിയിൽ പങ്കാളികൾ അല്ല. തിരഞ്ഞെടുക്കപ്പെട്ടവർ അത്രേ പങ്കാളികൾ, അല്ലെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് പങ്കാളികളാകുകയുള്ളൂ. ഒടുവിലത്തെ ഭാഗം, ഒന്ന് നമ്മൾ കണ്ടു ദൈവത്തിന്റെ വിശ്വസ്തത, 2 ദൈവത്തിന്റെ നീതി, 3 ദൈവത്തിന്റെ ന്യായം, 4 ദൈവത്തിന്റെ കൃപ. ഒരല്പസമയം കൂടെ എടുത്ത് കുറച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ കൃപ 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ, 30 മുതൽ 33 വരെ. ആകയാൽ നാം എന്ത് പറയുന്നുണ്ട്? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? അവർ വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയിൽ വെക്കുന്നു, അവന് വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ വീണ്ടും ഞാനത് ഒന്നുകൂടി പറയുകയാണ്. അതായത് അവിടെ പറയോ, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേൽ ആ പ്രമാണത്തിൽ എത്തിയില്ല. നീതിയെ പിന്തുടരാത്ത ജാതികൾ അതിനെ തുടങ്ങുന്നല്ലേ, 30-ാം വാക്യം തുടങ്ങുന്നതിന്. അതെ, ആകയാൽ നാം എന്ത് പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ. അപ്പൊ ഇത് ഇവിടെ പറയുന്നത് ഓരോരോ വ്യക്തികളെ കുറിച്ചല്ല, ഇസ്രായേൽ ആസ് എ ഹോൾ, ഇസ്രായേലിനെ മുഴുവനായിട്ടും പിന്നെ ജാതികളെ മുഴുവനായിട്ടാണ്. ജാതികളെ ഇസ്രായേലിനെയും ചേർത്തുള്ള ദൈവിക പദ്ധതിയാണ് സഭ എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല, ഇസ്രായേലിന് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഇസ്രായേൽ രാഷ്ട്രം എന്ന നിലയിൽ ദൈവത്തിന്റെ നീതി പ്രാപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടെ ഇസ്രായേൽ എന്തുകൊണ്ട് ദൈവനീതി പ്രാപിച്ചില്ല എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ആരും പ്രാപിച്ചില്ലെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, ആസ് എ നേഷൻ, ഒരു രാഷ്ട്രം എന്ന നിലയിൽ, ഒരു രാജ്യം എന്ന നിലയിൽ ദൈവത്തിന്റെ നീതി മനസ്സിലാക്കുന്നതിന് അവർ പരാജയപ്പെട്ടു എന്നാണ്. ആകയാൽ നാം എന്ത് പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ. അപ്പൊ ഈ നീതിയെ പിന്തുടർന്നവരാണ്, ന്യായപ്രമാണം വെച്ചത് പിന്തുടർന്നുകൊണ്ടിരുന്നവരാണ് ആര്? ഇസ്രായേൽ. അത് പിന്തുടരാത്ത, ന്യായപ്രമാണം ഇല്ലാത്ത ആളുകളാണ് ആര്? ജാതികൾ. അവരെന്ത് ചെയ്തു? നീതി പ്രാപിച്ചു. എങ്ങനെയുള്ള നീതി? വിശ്വാസത്താലുള്ള നീതി. നീതിയെ പിന്തുടർന്ന ഇസ്രായേലോ ആ നീതിയിൽ, ആ പ്രമാണത്തിൽ എത്തിയില്ല. എന്തുകൊണ്ട്? അവർ വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് ഇടർച്ചക്കല്ലിനെ തട്ടി ഇടറി. ഇന്ന് ഇതാ സംഭവിക്കുന്നത്. ലോകം യേശുക്രിസ്തുവിനെ അവരുടേതായ തെറ്റ് നിമിത്തം ആരാക്കി മാറ്റുന്നു? എന്താക്കി മാറ്റുന്നു? ഇടർച്ചക്കല്ലാക്കി മാറ്റുന്നു. സത്യത്തിൽ യേശുക്രിസ്തു ലോകത്തിന് ആരാണ്? മൂലക്കല്ലാണ്. അതാണ് യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്ന വാക്യോട്. എന്താ? ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും. അവിടെ മൂലക്കല്ല് എന്നുള്ളതുകൊണ്ട് അതവിടെ മാറ്റിയിരിക്കുക. മൂലക്കല്ലും ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അത് ആ വാക്ക് ഉദ്ധരിക്കുന്നത് പത്രോസിലെയ 2-ാം അധ്യായത്തിൽ, 1 പത്രോസ് 2-ാം അധ്യായത്തിൽ അല്ലെ. ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് ആത്മീയയാഗം അർപ്പിപ്പാൻ തക്കവണ്ണം വിശുദ്ധ വർഗമായി പണിയപ്പെടുന്നു. ഇതാ ഞാൻ സിയോനിൽ ഒരു മൂലക്കല്ലിടുന്നു, അവന് വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല. വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുണ്ട്. സ്തോത്രം. അപ്പോൾ നമുക്ക് നന്ദി പറയാൻ വകയുണ്ട്. നമ്മൾ ഈ വചനമൊക്കെ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ച് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി അത് നമ്മൾ പ്രായോഗികമാക്കണം, അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. എവിടെ? സ്തോത്രം ചെയ്യുമ്പോൾ, ചിന്ത പറയുമ്പോൾ അല്ലേ, നമുക്കൊരു അവസരം കിട്ടി 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഇതിനെല്ലാം ചേർത്ത് ഒരു തിയോളജിക്കലായിട്ടൊരു ബേസ് വെച്ച് വേണം എന്ത് ചെയ്യാൻ പറയാൻ. കർത്താവ് വചനങ്ങൾ നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ.
നമുക്ക് ലഭിച്ച ആ വലിയ രക്ഷ അത് ദൈവത്തിന്റെ കൃപയാലും നിത്യതയിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിനാലുമാണ് എന്ന് ഓർത്തുകൊണ്ട് ആ നീതിയെ പ്രദർശിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ ചെയ്യുവാൻ എല്ലാവരെയും സഹായിക്കുന്നത്